ചെറിയ മഴയായാൽ പോലും മലിനജലത്തിൽ മുട്ടറ്റ നീന്താനാണ് ഇവരുടെ ദുർവിധി. 9 വർഷമായി തുടരുന്ന ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതരാരും ഇവിടേക്ക് എത്തിയിട്ടുമില്ല. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 1-ാം വാർഡ് വണ്ടാനം EMS ഷിഹാബ് നഗർ റോഡിന് സമീപമുള്ള 15ഓളം കുടുംബങ്ങളാണ് എല്ലാ മഴക്കാലത്തും വെള്ളക്കെട്ടിൽ ദുരിതത്തിൽ കഴിയുന്നത്. വെള്ളം പോകാൻ വഴിയില്ല, വെള്ളമേ ഇങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, എല്ലാവരും അടഞ്ഞിരിക്കുക. ഒന്നാമത്തെ കാര്യം റോഡിൽ പെയ്യുന്ന വെള്ളം നമുക്ക് എല്ലാവരും പൈപ്പും മുകളിലൊക്കെ പുറത്തോട്ടിരിക്കുകയാണ്, റോഡിലോട്ട് ഇരിക്കുകയാണ്. ആ വെള്ളം പുറത്തേക്ക് കുത്തി വരുക, ആ വെള്ളമേ പോയി ഇവിടെ വരുവാണ്, അടക്കം വലിയിരിക്കുവാണ്, പുറത്തും കഴിക്കാൻ സ്ഥലമില്ല. 9 വർഷം മുൻപ് റോഡ് നിർമ്മിക്കാനായി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പൈപ്പ് മാറ്റിയതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിച്ചത്. പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പ് പുതിയത് സ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് പൈപ്പ് മാറ്റിയത്. എന്നാൽ 9 വർഷം മുൻപ് മാറ്റിയ പൈപ്പ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. പൈപ്പ് കിടന്നിരുന്നതാണ്, ഈ വെള്ളം പോകാനുള്ള പൈപ്പ് കിടന്ന ആ പൈപ്പ് ഇവിടുന്ന് എടുത്തു മാറ്റപ്പെട്ട ആ റോഡിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് EMS മാളു ഫൈസലിന്റെ അവിടം വരെയുള്ള ടാറിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആ പൈപ്പ് എടുത്തു മാറ്റുകയും പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. അതിന്റെ ദുരിതമാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്ന ഇത്രയും ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ആദ്യ മഴയിൽ തന്നെ ഇതാണ് അവസ്ഥ. ഇത്തവണയും ഇതിന് മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി. ഓട നിർമ്മിക്കാനും പൈപ്പിടാനുമായി 4 തവണ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവ രണ്ടും യാഥാർത്ഥ്യമായില്ല. എല്ലാ വർഷവും ഞങ്ങൾക്കുള്ളയാ, ഞങ്ങൾ എല്ലാ മെമ്പർമാരോടും പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊന്ന് റെഡിയാക്കി താന്ന് പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്തു തരാന്ന് പറയും. പിന്നെ പറഞ്ഞ ഫണ്ടില്ല, ഫണ്ട് പിടിച്ചിട്ട് കുറവാണ് എന്നൊക്കെ അവര് പറയുന്നത്. ഒരാഴ്ച കനത്ത വെയിൽ ഉണ്ടായാൽ മാത്രമേ കെട്ടിക്കിടക്കുന്ന വെള്ളം വറ്റിപ്പോകൂ. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിനാൽ പല കുടുംബത്തിനും പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ വന്നതോടെ പ്രദേശത്തു നിന്നുള്ള മലിനജലമെല്ലാം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതി. ഇവിടെ ശാരീരിക അംഗവൈകല്യം നേരിടുന്നവരുണ്ട്, വികലാംഗരുണ്ട്, രോഗികളായിട്ടുള്ള വാർദ്ധക്യം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്കെല്ലാവർക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ ശാരീരിക അംഗവൈകല്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ദുരിതബാധിതരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്കിത് ഇവിടുന്നുള്ള നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം കളക്ടർ മുമ്പാകെ ഞങ്ങൾക്ക് ഇതെത്തി അവിടുന്ന് ഒരു ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം. കാര്യം കാലാകാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും.